നമസ്കാരം. ഇന്നത്തെ വീഡിയോ മുനമ്പം പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവിടുത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഇപ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളാണ് ഉപതെരഞ്ഞെടുപ്പുകൾക്കിടയിൽ പോലും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അവിടുത്തെ നിയമപ്രശ്നങ്ങൾ സംബന്ധിച്ചോ വഖഫ് ബില്ല് സംബന്ധിച്ചോ അതല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങൾ സംബന്ധിച്ചോ നേരിട്ടുള്ള ബന്ധമുള്ള ഒരു വീഡിയോ അല്ല ഇത്. യഥാർത്ഥത്തിൽ മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറിക്കൊണ്ടിരുന്നപ്പോൾ അതിനിടയിൽ കൂടി ഉയർന്നു വന്ന ചില വാദങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അത് ഒരുപക്ഷെ മലയാളി മൂന്നാറിനെ കുറിച്ചായാലും ഇനി വയനാട്ടിലെ മണ്ണിടിച്ചിലിനെ കുറിച്ചായാലും എല്ലാം കുറ്റം പറയുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത് റിസോർട്ടുകളെയാണ്. ഈ റിസോർട്ടുകൾ ഈ ശരാശരി മലയാളികളെ പിടിച്ചു കടിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ സംഭവിച്ചു എന്ന് സംശയിക്കേണ്ടി വരും. അത്തരത്തിലാണ് വിമർശനങ്ങൾ. ഇനി നമുക്ക് മുനമ്പത്തെ വിഷയത്തേക്ക് പോകാം. ഈ മുനമ്പം എന്ന് പറയുന്നത് ഒരു ബീച്ചാണ്, അതല്ലെങ്കിൽ ഒരു കടലോര പ്രദേശമാണ്. അവിടെ ഈ മത്സ്യബന്ധനത്തിന് പുറമെ അവിടുത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഉപജീവനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മത്സ്യബന്ധനമാണ്. അത് മാറ്റി നിർത്തിയാൽ അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖല എന്നുള്ളത് ടൂറിസമാണ്. ആ പ്രദേശത്ത് നിരവധി റിസോർട്ടുകൾ ഒക്കെ പ്രവർത്തിക്കുന്നതായാണ്, ഹോം സ്റ്റേകളും ഒക്കെ പ്രവർത്തിക്കുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലരും ഇതിനെ ഒരു മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിന് ഒരു പരിഹാരം എന്നൊക്കെ രീതിയിലുള്ള പല കാര്യങ്ങളും നിർദ്ദേശിക്കുന്ന ആളുകൾ അവിടുത്തെ പാവങ്ങളൊക്കെ അവിടെ ജീവിച്ചോട്ടെ, റിസോർട്ടുകളെയൊക്കെ ഒഴിപ്പിക്കണം, റിസോർട്ട് ഭൂമി പിടിച്ചെടുക്കണം എന്നൊക്കെ അഭിപ്രായപ്പെടുന്നത് കണ്ടു. നാഷണൽ ലീഗിൻ്റെതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളം പ്രസ് ക്ലബിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിലും അവരുടെ പ്രധാന വാദം ഇതായിരുന്നു. അവിടെ യഥാർത്ഥത്തിൽ ഈ ഭൂമി വഖഫാണെന്ന് അറിയാതെ ഭൂമി വാങ്ങിച്ച മത്സ്യത്തൊഴിലാളികളും പാവപ്പെട്ടവരും അവിടെ താമസിച്ചോട്ടെ, അവിടെയുള്ള റിസോർട്ടുകളും അതുപോലെ മറ്റ് ബാറുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ ഒഴിപ്പിച്ച് ഭൂമി പിടിച്ചെടുക്കണം എന്നതായിരുന്നു അവരുടെയും ആവശ്യം. സമൂഹ മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന നിരവധി പേരെ കാണാം. യഥാർത്ഥത്തിൽ റിസോർട്ടുകൾ എന്നാൽ എന്തോ ഒരു മാഫിയ പ്രവർത്തനമാണെന്നും നിയമവിരുദ്ധമായ എന്തൊക്കെയോ പരിപാടികളാണെന്നുമുള്ള ഒരു പൊതുധാരണ പലയിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം മൂന്നാറിലെ അല്ലെങ്കിൽ വയനാട്ടിലെ ഒരു മണ്ണിടിച്ചിൽ ഭൂമി പ്രശ്നം, അതായത് അവിടെയുള്ള ആദിവാസി ഭൂമി പ്രശ്നമായിക്കോട്ടെ, ഇനി അതല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, എല്ലാത്തിലും നേരിട്ട് ചെന്ന് വിമർശിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ വിമർശനങ്ങളും ചെന്ന് പതിക്കുന്നത് റിസോർട്ടുകളിലാണ്. റിസോർട്ടുകൾ എന്ന് നമ്മൾ പൊതുവെ പറയാറില്ല, റിസോർട്ട് മാഫിയ എന്നതൊക്കെയാണ് ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജി. യഥാർത്ഥത്തിൽ വലിയ കുത്തക മാഫിയകളൊന്നുമല്ല റിസോർട്ടുകൾ നടത്തുന്നത്. പല ചെറുകിട റിസോർട്ടുകളുമാണ് നമ്മുടെ എണ്ണത്തിൽ കൂടുതലുള്ളത്. ചെറുകിട റിസോർട്ടുകളൊക്കെയാണ്. അവയിൽ പലതും ലീസിനെടുത്ത ഭൂമിയിലും മറ്റും ലോണിനെടുത്ത തുക കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളൊക്കെയാണ് പല റിസോർട്ടുകളുടെയും. ഒരു വീട് എങ്ങനെയാണോ നിർമ്മിക്കാനായി സ്ഥലം വാങ്ങി അവിടെ മറ്റ് അതോറിറ്റികളുടെ എല്ലാം പെർമിഷൻ എടുത്ത് ഒരു കെട്ടിടം നിർമ്മിക്കുന്നത്, അതുപോലെ തന്നെയാണ് റിസോർട്ടുകളും ഒക്കെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് വീടുകളിൽ നിന്നും വ്യത്യസ്തമായി റിസോർട്ടുകൾ ഒരു ഇല്ലീഗൽ നിർമ്മിതിയാണ്. അതിന് മുനമ്പത്തായാലും വയനാട്ടിലായാലും ഇടുക്കിയിലായാലും അതെല്ലാം ഇല്ലീഗൽ നിർമ്മിതികളാണ്, നിയമപരമായിട്ടുള്ളതല്ലാത്ത നിർമ്മിതികളാണ് എന്നുള്ള വ്യാഖ്യാനം തന്നെ തെറ്റാണ്. ഇനി ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം പരിശോധിക്കാം. ഒരിക്കൽ വയനാട്ടിലെ വളരെയേറെ ഉൾപ്രദേശത്തുള്ള, അതായത് ടൗണുകളിൽ നിന്നെല്ലാം വളരെ ഉള്ളോട്ടുള്ള ഒരു റിസോർട്ടിൽ ചെന്നപ്പോൾ രാവിലെ പ്രഭാത നടത്തത്തിനായി പുറത്തിറങ്ങിയപ്പോൾ അതിന് സമീപത്തായി ഒരു ചെറിയ പെട്ടിക്കട കണ്ടു. ആ പ്രദേശത്ത് കൂടുതലും തോട്ടം തൊഴിലാളികളോ അതല്ലെങ്കിൽ ആദിവാസികളോ ആയ ജനങ്ങളാണ് താമസിക്കുന്നത്. സ്വാഭാവികമായും അവിടെ അവർ പ്രതിദിനം ഉപയോഗിക്കുന്ന സാധനങ്ങളാവാം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടാവുക എന്ന ധാരണയിൽ വെറുതെ ആ കടയുടെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ ഇന്റർനാഷണൽ ബ്രാൻഡ് സിഗരറ്റുകൾ ഉൾപ്പെടെയാണ് അയാൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആരാണ് ഇവിടെ വാങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോൾ റിസോർട്ടുകളിലൊക്കെ താമസിക്കാൻ വരുന്ന ആളുകളാണ് അതൊക്കെ വാങ്ങുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു ചെറിയ പെട്ടിക്കടക്കാരന്റെ പ്രധാനപ്പെട്ട
ഒരു വരുമാനം എന്ന് പറയുന്നത് അവിടെ വരുന്ന ആ റിസോർട്ടുകളിൽ താമസിക്കാനായി വരുന്ന ടൂറിസ്റ്റുകൾക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ, സിഗരറ്റ് പോലുള്ളവ വിൽക്കുക എന്നുള്ളതാണ് അയാളുടെ വരുമാന മാർഗം. അതുപോലെ ഈ മിക്ക റിസോർട്ടുകളിലും അവിടെ നേരിട്ട് ജോലി ലഭിക്കുന്ന ആളുകൾക്ക് പുറമെ സൈറ്റ് സീയിങ്ങിന് എത്തുന്ന ആളുകളെ കൊണ്ടുവരികയും കൊണ്ടുവിടുകയും ചെയ്യുന്ന ഓട്ടോ ഉൾപ്പെടെയുള്ള ടാക്സി തൊഴിലാളികൾ, അതിന്റെ ഉടമകൾ, അതുപോലെ സമീപത്തുള്ള വിവിധ ഭക്ഷണശാലകൾ. ഇപ്പോൾ മുനമ്പത്തൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ വില കൂടിയ മീനുകൾ വിൽക്കുന്ന ഹോട്ടലുകളൊന്നും ആ പ്രദേശത്ത് ഉണ്ടാവാനിടയില്ല. എന്നാൽ തീർച്ചയായും അവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ അതെല്ലാം കഴിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതിന്റെയൊക്കെ ഒരു സാധ്യത തന്നെ, അവിടുത്തെ ഒരു വിപണി സാധ്യത തന്നെ വളരെ വലുതാണ്. എന്നാൽ ഇതൊന്നും കാണാതെ റിസോർട്ടുകൾ എന്നാൽ എന്തോ ചൂഷണം ചെയ്യുന്ന ഇല്ലീഗൽ നിർമ്മിതികളാണ് എന്നൊക്കെയുള്ള ഒരു പൊതുബോധമാണ് യഥാർത്ഥത്തിൽ മുനമ്പത്തും പ്രവർത്തിക്കുന്നത്. മുനമ്പത്തെ വീടുകളെല്ലാം വിട്ടുകൊടുക്കാം, റിസോർട്ടുകൾ പറ്റില്ല എന്നൊക്കെ പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? എന്തായാലും അതിന്റെ നിയമവശവും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ചർച്ചകളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. പൂർണ്ണമായും മലയാളികൾ എങ്ങനെയാണ് റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന ടൂറിസം മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് റിസോർട്ടുകൾ എന്നുള്ളത്, അവയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിശോധിച്ചിരിക്കുന്നത്. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.